Good afternoon. Good afternoon. Okay, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon, ma'am. Okay. Ma'am, food കഴിച്ചോ? കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ma'am. Okay. ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ അഡ്രസ് ഒക്കെ കിട്ടിയപ്പോ നിങ്ങൾ വായിച്ചു നോക്കിയോ? നമ്മൾ എടുത്ത ഭാഗം വരെ നിങ്ങൾ വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കി. ഒന്നും ഡൗട്ട്സ് ഒന്നും തോന്നിയില്ലല്ലോ നിങ്ങൾക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ? നോ ഡൗട്ട്സ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഊണൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഡയാലിസിസ് അല്ലെ. ഡയാലിസിസിന് നമ്മൾ ഹീമോഡയാലിസിസ് പഠിച്ചു. പിന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെ. 2 ടൈപ്പ് ഡയാലിസിസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഹീമോഡയാലിസിസ് കണ്ടു. അതില് വാസ്കുലർ ആക്സസ് സൈറ്റുകൾ അല്ലെ, AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, പിന്നെന്താണ് AV കത്തീറ്റർ, അതൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഓക്കെ. പിന്നെ നമ്മള് രണ്ടാമത്തെ ടൈപ്പ് ഡയാലിസിസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെ. നമ്മൾ ജസ്റ്റ് വായിച്ചു അല്ലെ. പെരിറ്റോണിയൽ ഡയാലിസിസ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ജസ്റ്റ് ഓടിച്ച് പറയാണ്. ആദ്യം തന്നെ പെരിറ്റോണിയൽ എന്താന്ന് അറിയണം കേട്ടോ. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹീമോഡയാലിസിസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശരീരത്തിനകത്ത് വെച്ച് തന്നെ, അതാണ് ഏറ്റവും വലിയ മേജർ ഡിഫറൻസ് കേട്ടോ. ശരീരത്തിനകത്ത് വെച്ച് തന്നെ എന്താണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ. പെരിറ്റോണിയം എന്താണെന്ന് നമുക്കറിയാം അല്ലെ. നമ്മുടെ ഈ പറയുന്ന അബ്ഡോമിനകത്തുള്ള എന്താണ് ഈ പറയുന്ന ഓർഗൻസുകൾ അല്ലെ. ഒരുപാട് അവയവങ്ങളുണ്ട് അല്ലെ അതിനകത്ത്. ചെറുകുടല്, വൻകുടല് അല്ലെ, അതുപോലെ തന്നെ ആമാശയം, ഇങ്ങനെയുള്ള കുറെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവയെല്ലാം തന്നെ കവർ ചെയ്യുന്ന ഒരു എന്താ പറയാ മെംബ്രെയിൻ അല്ലെ, സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഓക്കെ. പെരിറ്റോണിയത്തിന് എന്തിനുള്ള കപ്പാസിറ്റി എന്തെന്നാ പറഞ്ഞത്? രക്തത്തിലുള്ള ഈ പറയുന്ന അധിക ദ്രാവകങ്ങള്, മാലിന്യങ്ങളെയൊക്കെ, ഇമ്പ്യൂരിറ്റീസിനൊക്കെ എന്ത് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്? അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? അബ്സോർബ് ചെയ്യാനും പുറന്തള്ളാനും ഉള്ളൊരു കഴിവ് പെരിറ്റോണിയത്തിനുണ്ട്. അപ്പൊ ആ ഒരു കഴിവാണ് ഈ ഒരു ഡയാലിസിസിനകത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ കണ്ടു ആദ്യം തന്നെ ഇതിനെ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? അബ്ഡോമിന്റെ ഭാഗത്തൊരു എന്താണ് ഒരു സർജറിയിലൂടെ നമ്മളൊരു സുഷിരം ഉണ്ടാക്കുക അല്ലെ. എന്നിട്ടോ അതിനകത്ത് കൂടെ നമ്മളൊരു കത്തീറ്റർ കയറ്റി വിടാണ് അല്ലെ. കത്തീറ്റർ എന്താണെന്ന് നമുക്കറിയാം, സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ്. അങ്ങനെ നമ്മൾ ഈ കത്തീറ്ററിനുള്ളിലൂടെ എന്ത് ഡയാലിസിസ് ദ്രാവകം എന്ന് നമ്മൾ എന്താ പറയാ? ഡയാലിസേറ്റ് എന്നാണ് പറയുക അല്ലെ. ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് അത് നമ്മൾ എന്ത് ചെയ്യും? ഈ കത്തീറ്ററിലൂടെ എന്തിലേക്ക് നിറയ്ക്കും? പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് നിറയ്ക്കും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിലൂടെ ഈ ഭാഗത്തു കൂടെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ബ്ലഡിൽ നിന്ന് അധിക ദ്രാവകങ്ങള്, മാലിന്യങ്ങളെല്ലാം ഈ ഡയാലിസേറ്റ് ദ്രാവകത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ് അല്ലെ. ആ ഒരു ദ്രാവകം എന്ത് ചെയ്യാണ്? അതിന് ഇങ്ങനെ ബ്ലഡ് അതിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് ഈ ദ്രാവകം എന്ത് ചെയ്യാണ്? അതിൽ നിന്ന് വരുന്ന ആ ഫ്ലോ ചെയ്യുന്ന ബ്ലഡിനകത്ത് കൂടെ വരുന്ന മാലിന്യങ്ങളും ഇമ്പ്യൂരിറ്റീസ് എല്ലാം തന്നെ അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. അബ്സോർബ് ചെയ്ത് ആ ദ്രാവകത്തിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മൾ മുൻപ് ഉപയോഗിച്ച അതേ കത്തീറ്ററും ബാഗും ഒക്കെ ഉപയോഗിച്ച് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഡയാലിസേറ്റ് ദ്രാവകത്തിനെ പുറത്തേക്ക് ഡ്രെയിൻ ചെയ്ത് കളയാണ്. ഇനി ഇതെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എന്താണ് ഒരു മേ ബി ഒരു മണിക്കൂർ കൊണ്ട് നടക്കുന്ന പ്രോസസ് ആവാം. ഇത് പലതവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ആ രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. വളരെ സിവിയർ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അയാൾക്കിത് 2-3 തവണ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ചെയ്യേണ്ടത്. ഒരു ദിവസം തന്നെ ചിലപ്പോൾ 3-4 പ്രാവശ്യം ചെയ്യേണ്ടതായിട്ട് വരും. അത് ഓരോ രോഗിയുടെയും മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം. ഹീമോഡയാലിസിസിനകത്ത് ബ്ലഡ് വെളിയിലോട്ട് കൊണ്ടുവന്നിട്ട് മെഷീനിലൂടെയൊക്കെ കടത്തിവിട്ട് പ്യൂരിഫൈ ചെയ്യുന്നു അല്ലെ. ഇവിടെ എങ്ങനെയാണ്? ശരീരത്തിനകത്ത് വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു. പിന്നെ അവിടെ നമുക്കറിയാം ഒരു വാസ്കുലർ ആക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സർജറി ചെയ്യുന്നുണ്ട്.
ഇവിടെ ഒരു സർജറി നമ്മൾ ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അബ്ഡോമിന്റെ അടുത്തൊരു ഹോള് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെ. അപ്പൊ വൺസ് അത് ചെയ്യാം, ആ ഒരു സർജറി ചെയ്യാനുള്ള ടാസ്ക് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അത് കഴിഞ്ഞാല് ഈ പറയുന്ന കത്തീഡറും ബാഗ്സും ഒക്കെ അവൈലബിൾ ആണെങ്കിൽ രോഗിക്ക് എവിടെ തന്നെ ഇരുന്ന് ചെയ്യാം, വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കേരള ഗവൺമെന്റ് ഏകദേശം കേരള ഗവൺമെന്റ് 11 ജില്ലകളില് 11 ജില്ലകളില് ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ അതൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഏകദേശം ഒരു 11 ജില്ലകളില് ഇങ്ങനെ ഒരു സംവിധാനം വരാൻ പോവാണ്. അപ്പൊ അത് ആലോചിച്ച് നോക്കിയത് ഒരുപാട് എന്താ പറയാ നല്ലതാണ്. കാര്യം എന്താന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനെ ഒരു കീമോഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് ചെലവുകളുണ്ട് അല്ലെ. അവിടെ ഹോസ്പിറ്റലിൽ പോകണം, അവിടെ സ്റ്റേ ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതാവുമ്പോ എന്താണ്, നമുക്ക് ഈ കത്തീഡറുകളും ബാഗുകളൊക്കെ അവൈലബിൾ, ഡയാലിസേറ്റ് ദ്രാവകങ്ങളൊക്കെ കിട്ടും. സൗജന്യമായിട്ട് തന്നെ ഹോസ്പിറ്റലിലൂടെ ലഭിക്കുമ്പോൾ രോഗിക്ക് എന്ത് ചെയ്യാം, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാം. മനസ്സിൽ എന്ത് ചെയ്താൽ മതി, ഒരു സർജറി ചെയ്യേണ്ടതായിട്ട് വരും, അവിടെ ഒരു ഇൻസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അബ്ഡോമിന്റെ ഭാഗത്ത്. അത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. നമ്മുടെ കേരളത്തിൽ ഒരു 11 ജില്ലകളിൽ ഈ ഒരു പദ്ധതി വരാനായിട്ടുള്ള കേരള ഗവൺമെന്റ് പദ്ധതിയാണ്. അത് നമുക്ക് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അത് ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ പെരിറ്റോണിയൽ ഡയാലിസിസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. കാരണം ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞ അറിഞ്ഞുണ്ടാവും കേട്ടോ. ക്ലിയർ ആണല്ല, രണ്ടും മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത്തെ ടൈപ്പ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഡയാലിസിസ് 2 ടൈപ്പ് അല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. കീമോ ഡയാലിസിസും പറഞ്ഞിരുന്നു, പെരിറ്റോണിയൽ ഡയാലിസിസും ആണ് പറഞ്ഞത്. പിന്നെ ഇവിടെ നിന്നാണ് ഒരു മൂന്നാമത്തെ ടൈപ്പ് എന്നുള്ളത് ചോദ്യം വരാം. ഇവിടെ സി ടൈപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സി ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നാമത്തെ ടൈപ്പ്. അതിപ്പോ മൂന്നാമത്തെ ടൈപ്പ് അല്ല, ശരിക്കും എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ്. അതുകൊണ്ട് നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. ഹീമോഡയാലിസിസിന് തന്നെ വേറൊരു വെർഷൻ ഒക്കെ പറയില്ലേ, അതേ രീതിയിലുള്ള മൂന്നാമതൊരു വിഭാഗമാണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ CRRT കേട്ടോ. മൂന്നാമത്തേതാണ് CRRT അഥവാ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഞാനിത് പ്രത്യേകം പറയുന്നത് ഓരോന്നിന്റെ ഷോർട്ട് ഫോം പഠിക്കണം കേട്ടോ. ARF ഓർമ്മയുണ്ടല്ലോ, ഏതായിരുന്നു ARF? അക്യൂട്ട് റീനൽ ഫെയിലിയർ. ഇത് തന്നെയാണ് AKI ട്ടാ, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. പിന്നെ ESKD എന്താണ്? എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. ഷോർട്ട് ഫോംസുകളാണ് പറയുന്നത്. HD എന്താ? ഹീമോഡയാലിസിസ്. PD എന്താണ്? പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇനിയും ഒരുപാട് വരുന്നുണ്ട്. CRRT പുതിയൊരു ഷോർട്ട് ഫോം ആയിട്ട് വന്നേക്കാണ്. എന്താണ് അതിന്റെ ഫുൾ ഫോം? എന്താണ്? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതൊരു മൂന്നാമത്തെ ടൈപ്പ് ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇതും എന്ത് തന്നെയാണ്? ഹീമോഡയാലിസിസ് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ. എന്താണ് വ്യത്യാസം എന്നറിയാമോ? ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് എന്ന് പറഞ്ഞാല് ICUവിലുള്ള പേഷ്യൻസിന് അല്ലെ, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് CRRT അഥവാ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. എങ്ങനെയുള്ള പേഷ്യൻസിനാണ് കൊടുക്കുന്നത്? ICUവിലുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ. ICU പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ICU പഠിച്ചതാണ് അല്ലെ. അപ്പൊ പല ഗുരുതരാവസ്ഥയിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ വൃക്കസ്തംഭനം മാത്രമാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഹാർട്ട് ഫെയിലിയർ വന്നിട്ടുള്ള ആളുകൾ, കാർഡിയക് അറസ്റ്റ് വന്നിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്ലഡിൽ ഇൻഫെക്ഷൻ മൂലം വന്നിട്ടുള്ള എന്താ പറയുക ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും ICUല്. അവർക്കൊക്കെ ഈ പറയുന്ന വൃക്കസ്തംഭനം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മൾ ചെയ്യുന്ന ഡയാലിസിസ് എന്താണ്? CRRT. അതെന്ന് പറഞ്ഞാൽ വീണ്ടും ഓർമ്മിപ്പിക്കാണ്, ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ് എന്ത്? CRRT അഥവാ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത ഇതൊരു 24 hour ഡയാലിസിസ് ആണ്. കണ്ടിന്യൂസ് എന്നാണ് ആ പേരിൽ വരുന്നത് അല്ലെ. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെച്ചാൽ 24 hour ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു റെഗുലർ ഡയാലിസിസ് ചെയ്യുന്നതിനായിട്ട് ആ ഒരു പേഷ്യന്റിന്റെ ബോഡിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല,
അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു റെഗുലർ ഡയാലിസിസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം അറിയാലോ, ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ്, അവർക്ക് മറ്റു പല അസുഖങ്ങളുണ്ട്, വളരെ ക്രിട്ടിക്കലാണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് മറ്റ് ഹീമോഡയാലിസിസ് അല്ലെങ്കിൽ ഒരു HDPD പോലെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതും ഹീമോഡയാലിസിസ് തന്നെയാണ്, പക്ഷെ ഇത് 24 അവർ എടുത്ത്, അതായത് ഫുൾ ടൈം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡയാലിസിസ് ആണെന്ന് നമുക്ക് പറയാം. ഇതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇതിന് പറയുന്ന മറ്റൊരു പേരാണിത് ഹീമോ ഫിൽട്രേഷൻ. എന്താണ് പറയാ, ഹീമോ ഫിൽട്രേഷൻ എന്നും ഇതിന് വേറൊരു പേര് പറയും. അപ്പോ ഹീമോഡയാലിസിസ് പോലെ തന്നെ ഇവിടെ എന്ത് തന്നെയാ ചെയ്യുന്നത്, ബ്ലഡ് വെളിയിലോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അതും ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞത് കേട്ടോ. അതായത് ബ്ലഡ് നമ്മൾ വെളിയിലോട്ട് കൊണ്ടുവന്നിട്ടാണ് പ്യൂരിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നത്, പ്യൂരിഫൈ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് ബോഡിയിലേക്ക് കയറ്റി വിടുന്നത്. പിന്നെ ഹീമോഡയാലിസിസ് എന്നുള്ളൊരു ചെറിയൊരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ നമ്മൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യാണ്, മെഷീന്റെ സഹായത്തോടു കൂടി നമ്മൾ നേരെ ബോഡിയിലേക്ക് കയറ്റി വിടും. CRRT ചെയ്യുമ്പോൾ ഹീമോഡയാലിസിസ് തന്നെയാണ്, പക്ഷെ അവിടെ ബോഡിയിലേക്ക് തിരിച്ച് എന്താണ് കയറ്റുന്നതിന് മുമ്പായിട്ട് അവർ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ആ പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ ബോഡിയിലേക്ക് തിരിച്ച് കയറ്റി വിടുന്നത്. പറഞ്ഞ മനസ്സിലായോ? അവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു അല്ലെ, ഹീമോഡയാലിസിസിനകത്ത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു, മെഷീന്റെ സഹായത്തോടെ നേരെ ബോഡിയിലേക്ക് കയറ്റി വിടുന്നു. അതിന് പകരമായിട്ട് ഇവിടെ എന്ത് ചെയ്യും, ബ്ലഡ് പ്യൂരിഫൈ ചെയ്തതിന് ശേഷം ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ടാണ് ബ്ലഡ് എന്തിലേക്ക് കടത്തിവിടുന്നത്, ഈ പേഷ്യന്റിന്റെ ബോഡിയിലോട്ട് കടത്തിവിടുന്നത്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് മിക്സ് ചെയ്യേണ്ട കാര്യം എന്താണ്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അറിയാലോ ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് 24 അവർ ചെയ്യുന്ന ഡയാലിസിസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ കുറെ പാർശ്വഫലങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും അല്ലെ, ശരിയല്ലേ? അപ്പൊ എന്തുണ്ടാവും, അവരുടെ ആ ഒരു ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡിന്റെ വോളിയം ബാലൻസ് ചെയ്യാനായിട്ട്, ഇലക്ട്രോലൈറ്റ്സ് അവരുടെ ശരീരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ചെയ്യാനായിട്ട്, ആസിഡ് ബേസ് ലെവൽസ് ഒക്കെ എന്താ പറയാ ചെയ്യാനായിട്ട്, ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വാഭാവികമായിട്ടും പേഷ്യന്റിന്റെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ. ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ശരീരത്തിൽ ജലം നഷ്ടപ്പെടും. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഓൾറെഡി ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ് അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും, സ്വാഭാവികമാണ്. അപ്പൊ എന്തുണ്ടാവും, അപ്പൊ അവരുടെ ആ ഒരു ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്യാനും ഫ്ലൂയിഡ് വോളിയം ബാലൻസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു അഡീഷണൽ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് കൂടെ മിക്സ് ചെയ്തിട്ട് ആ ബ്ലഡിനെ എങ്ങോട്ട് കയറ്റി വിടുന്നത്, പേഷ്യന്റിന്റെ ബോഡിയിലോട്ട് കയറ്റി വിടുന്നത്. ഇത്രയേ ഉള്ളൂ അതിനകത്ത് പഠിക്കാനായിട്ട്. അപ്പൊ CRRT എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ്. കാര്യം എന്താ, ഹീമോഡയാലിസിസ് പോലെ തന്നെ ഇവിടെയും എന്താണ്, ബ്ലഡ് വെളിയിലോട്ട് പുറത്തോട്ട് എടുത്തിട്ട് തന്നെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതൊരു 24 അവർ ഡയാലിസിസ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു റെഗുലർ ഡയാലിസിസ് ചെയ്യാനായിട്ട് ആ പേഷ്യന്റിന്റെ ബോഡി എന്തല്ല ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു ഡയാലിസിസ് അവർക്ക് സാധാരണ രീതിയിൽ ഡയാലിസിസ് ഒക്കെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പേരിൽ തന്നെ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ്, കണ്ടിന്യൂസ് ആയിട്ട് 24 അവർ ആണ് ചെയ്യുന്നത്. മറ്റൊരു പേര് എന്ന് പറയുന്നത് ഹീമോ ഫിൽട്രേഷൻ എന്നൊരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ മറ്റൊരു വ്യത്യാസം എന്താ നമ്മൾ പറഞ്ഞത്, ഹീമോഡയാലിസിസിൽ നിന്നും ഇവിടെ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ ബോഡിയിലോട്ട് കടത്തി വിടുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് വായിക്കാം, ഇനി നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, നമുക്ക് വായിച്ചാലോ? അപ്പൊ CRRT ആദ്യം തന്നെ ഇതിന് ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. This therapy is used mainly in the intensive care unit for the people with the severe kidney failure. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കൊടുക്കുക, ICU പേഷ്യൻസിന്. ഇതൊരു നൂതന രീതിയിലുള്ള ഡയാലിസിസ് ആണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം നോക്കുക, എല്ലാ ഹോസ്പിറ്റലിലും ഇത് അവൈലബിൾ അല്ല കേട്ടോ. വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വളരെ ചുരുക്കം ചില ഹോസ്പിറ്റലിൽ മാത്രമേ ഈ ഒരു എന്താ പറയാ ടൈപ്പ് ഓഫ് ഡയാലിസിസ് അവൈലബിൾ ആയിട്ടുള്ളൂ. എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ അല്ല കേട്ടോ. അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ദിസ് തെറാപ്പി ഈസ് യൂസ്ഡ് മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ ദ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ. ICU പേഷ്യൻസിന് കൊടുക്കുന്ന ഡയാലിസിസ് ഏത് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതുന്നത് CRRT ആണ്, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ആണ്. ഇനി എന്താണ്, ഇറ്റ്സ് ആൾസോ നോൺ ആസ് ഹീമോ ഫിൽട്രേഷൻ. അണ്ടർലൈൻ ചെയ്തതാണ് കേട്ടോ. ഇതിനെന്താ പറയുന്നത്, ഹീമോ ഫിൽട്രേഷൻ എന്ന പേര് ഇതിനുണ്ട് കേട്ടോ. ഇനി നോക്കൂ, എ മെഷീൻ
passes the blood through a tube. അപ്പൊ മറ്റേതുപോലെ തന്നെ ഒരു മെഷീൻ ഉണ്ട് ഇവിടെ. ഇവിടെ മെഷീനിൽ എങ്ങനെയാണ് ബ്ലഡ് പാസ് ചെയ്യുന്നത്? ഒരു ട്യൂബിലൂടെയാണ്. ഇതിലൂടെയാണ് ഒരു ട്യൂബിലൂടെയാണ്. ഒരു സെറ്റ് ഓഫ് ട്യൂബിംഗ് സിസ്റ്റം ഉണ്ട് ആ മെഷീൻ എന്നത്. അതിലൂടെയാണ് ബ്ലഡിനെ പാസ് ചെയ്ത് വിടുന്നത്. ഓക്കെ, അപ്പോഴോ എ ഫിൽറ്റർ ദെൻ എലിമിനേറ്റ്സ് ദ വേസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് വാട്ടർ. സ്വാഭാവികമായിട്ട് മെഷീനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട് അല്ലെ? ആ ഒരു ഫിൽറ്ററിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്നു. ബ്ലഡിലെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം തന്നെ ഫിൽറ്റർ ചെയ്ത് അല്ലെ പ്യൂരിഫൈ ചെയ്യുന്നു. എന്നിട്ടോ the blood is returned to the body together with the replacement fluid. അതെല്ലാം ചെയ്യാട്ടോ. റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബ്ലഡിനെ നമ്മള് പേഷ്യന്റിന്റെ ബോഡിയിലോട്ട് തിരിച്ച് കയറ്റി വിടുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ആ ഒരു പേഷ്യന്റിന്റെ എന്താ പറയാ ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യാനും ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്ത് കയറ്റി വിടുന്നത്. ഓക്കെ, this procedure is discharged 12 to 24 hours a day, normally every day. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. കാര്യം അവർക്ക് അത്രയും സാവധാനത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ഡയാലിസിസ് പോലെ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്താൽ ശരിയാവില്ല. ഓൾറെഡി ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ്. മറ്റു പല അസുഖങ്ങൾ കാരണം കൊണ്ട് സിവിയർ കണ്ടീഷനിൽ ഇരിക്കുന്ന പേഷ്യൻസ് ആണ്. അവർക്ക് വളരെ സാവധാനത്തിൽ ഒത്തിരി ടൈം എടുത്ത് പതുക്കെ ഈ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഇവിടെ കംപ്ലീറ്റ് ആവാണ്. അപ്പൊ നമ്മൾ 3 ടൈപ്പ് പഠിച്ചു. 3 ടൈപ്പ് എന്ന് ഞാൻ പറയുന്നത് 2 ടൈപ്പേ ഉള്ളൂ. ഇതും ഒരു ഹീമോഡയാലിസിസ് ആണ്. പക്ഷെ ഇതൊന്നും അറിഞ്ഞിരിക്കുക കേട്ടോ. HD ഹീമോഡയാലിസിസ് എന്താണെന്നും പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്നും CRRT എന്താണെന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ ഞാൻ പറയുന്നത്? ക്ലിയർ ആവുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് നീ ചോദിക്കണം കേട്ടോ. മനസ്സിലാവുന്നില്ലെങ്കിലേ ഓക്കെ ആണെന്താ? ശരി, നമുക്ക് അടുത്തിലോട്ട് പോവാലോ. അപ്പൊ അടുത്തത് നോക്കാം. അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ്. അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ്സ് നിങ്ങളെ കാണുന്നില്ലല്ലോ, അതുകൊണ്ടാണ് എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണേ. കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കാണാതിരിക്കുമ്പോ എനിക്കറിയില്ല. ഞാനിപ്പോ ഇങ്ങനെ ഇത് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നോ ഇല്ലെന്നുള്ളതൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് കേട്ടാ ചോദിക്കുന്നത്. അപ്പൊ നോക്കാം അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ്സ് കേട്ടാ. എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ബെനിഫിറ്റ്സ് ആണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? നല്ല രീതിയിൽ നമ്മളിപ്പോ ഒരു രക്തസ്തംഭനം വരുമ്പോൾ ചെയ്യുന്നതാണ് ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ. അപ്പൊ ആ ഒരു ഡയാലിസിസിന്റെ പ്രയോജനം അല്ലെ, അതിന്റെ അഡ്വാൻറ്റേജ്. അയ്യോ ശരി ശരി ശരി, ടൈപ്സ് പറഞ്ഞില്ല അല്ലെ? CRRT. അയ്യോ ഇതെവിടെ പോയി? ഓക്കെ 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 ഓക്കെ. ശരി ശരി, കണ്ടു. ഓക്കെ. ഞാൻ പെട്ടെന്നേ ഇവിടെ ആ ചിത്രം വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ കണ്ടിന്യൂസ് റീനൽ റിപ്ലേസ്മെന്റ് പറഞ്ഞു. ഓക്കെ സോറി കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസ് ടൈപ്സ് ഞാൻ വിട്ടുന്നതാണ്. അത് എടുക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നോക്കാം കേട്ടോ. ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ അതവിടെ കിടക്കട്ടെ. CRRT നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ, അതവിടെ ഇരിക്കട്ടെ. ശരിക്കും അതിന് മുമ്പ് പറയേണ്ടത് വിട്ടുപോയി കേട്ടോ. നോക്കാം. ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഓക്കെ, അത് തന്നെ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട് കേട്ടോ. 3 തരത്തില് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 ടൈപ്പ്? ഒന്നാമത്തത് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ CAPD. എന്താണ്? 2 ശരിക്കും 2 പറഞ്ഞാൽ മതി കേട്ടോ. 2 നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ഡയാലിസിസ് 2 ടൈപ്പേ ഉള്ളൂ, ഹീമോഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. പക്ഷെ 3ാമത്തെ വിഭാഗമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അത് 3ാമത്തെ ടൈപ്പായിട്ട് പറയാതിരുന്നത് എന്താ വെച്ചാൽ CRRT എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ്. മനസ്സിലായോ? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതും എന്തിൽ നമുക്ക് പെടുത്താം? ഹീമോഡയാലിസിസിൽ പെടുത്താം. ഇത് വ്യത്യാസം എന്താ? ICU പേഷ്യൻസിന് കൊടുക്കുന്നു, അവിടെ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് ഇല്ല, അവിടെ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അതും ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ 3ാമത്തെ ഒരു വിഭാഗമായിട്ട് ഉൾപ്പെടുത്താത്തത്. ഓക്കെ, പറയുമ്പോ 2 പറഞ്ഞാൽ മതി, ഹീമോഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. ഓക്കെ, ഇനി നോക്കാം കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസ് പ്രധാനമായിട്ടും പെരിറ്റോണിയൽ കേട്ടോ, അത് പ്രധാനമായിട്ടും 3 ടൈപ്പാണ് കേട്ടോ. ഏതൊക്കെയാണ് ആ 3 ടൈപ്പ്? ഫസ്റ്റ് വൺ ഇതാണ്, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ CAPD. ഇത് ഓരോന്നും പറയുമ്പോൾ എത്ര ഷോർട്ട് ഫോംസ് ഇതിലൂടെ പോകുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്താണ് CAPD? CAPDയുടെ ഫുൾ ഫോം എന്താണ്? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. എല്ലാത്തിന്റെ അവസാനം PD ഉണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ പെരിറ്റോണിയൽ ഡയാലിസിസ്. PD കണ്ട പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ബാക്കിയുള്ളതിന്റെ ഫുൾ ഫോം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഒന്ന് CAPD ആണ്. രണ്ടാമത്തത് CCPD.
CCPD. എന്താണത്? കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. മൂന്നാമത്തെ എന്താണ്? IPD. എന്താണ് IPD? IPD എന്താണ്? ഇന്റർമീഡിയറ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അങ്ങനെ 3 ടൈപ്പ് ആണ് എന്ത്? പെരിറ്റോണിയൽ ഡയാലിസിസ് ഉള്ളത്. ഇതൊക്കെയാണ്. ഒന്ന് CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. രണ്ടാമത്തത് CCPD അഥവാ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. മൂന്നാമത്തത് IPD അഥവാ ഇന്റർമീഡിയറ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. മനസ്സിലായോ? 3 ടൈപ്പ്. ഇനി ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് പേജ് നമ്പർ ആണ് പറയുന്നത്? ആരാണ് ലേറ്റ് ആയിട്ട് കയറിയത്? ഓക്കെ, നോക്കാം. അപ്പൊ ആദ്യത്തെ നോക്കാം, CAPD ട്ടാ, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ആ പേരിൽ തന്നെ കുറച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ആംബുലേറ്ററി എന്ന വാക്കിന്റെ ഉദ്ദേശം എന്താണ്? ആംബുലേറ്ററി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നടക്കാവുന്നത്, നീങ്ങാവുന്നത്, സഞ്ചരിക്കാവുന്നത് എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് ആംബുലേറ്ററി എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. അത് തന്നെ, മൂവിംഗ് എന്നാണ് അർത്ഥം. അപ്പൊ അതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. എന്താണ്? കുറച്ച് പോയിന്റ് മാത്രമേ ഉള്ളൂ. Does not need a machine. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. Does not need a machine. ഒരു മെഷീന്റെ ആവശ്യം വരുന്നില്ല. ഏതിനകത്ത്? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. ഒരു മെഷീന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഇനി എന്താണ്? എക്സ്ചേഞ്ചസ് ക്യാൻ ബി ഡൺ 3 to 5 times a day during the waking hours. എന്താണ് എക്സ്ചേഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്താ എക്സ്ചേഞ്ച്? ഡ്യൂറേഷൻ ഓഫ് ദ ട്രീറ്റ്മെന്റ്. അതായത് നമ്മള് ഈ ഡയാലിസിസ് ദ്രാവകം ഫില്ല് ചെയ്യുന്നു അല്ലെ, നമ്മുടെ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് ഫില്ല് ചെയ്യുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അത് ഡ്രെയിൻ ചെയ്ത് കളയുന്നു. വീണ്ടും നമ്മൾ റീഫിൽ ചെയ്യുന്നു, ഡ്രെയിൻ ചെയ്ത് കളയുന്നു. വീണ്ടും ഇതുപോലെ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ്. അപ്പൊ അതിനെയാണ് നമ്മൾ ആ ഫില്ല് ചെയ്യുന്നു, ഡ്രെയിൻ ചെയ്യുന്നു. അതാണ് അവിടെ എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? എക്സ്ചേഞ്ച് എന്താണ്? നമ്മൾ ആ ഡയാലിസിസ് ദ്രാവകം പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് നിറയ്ക്കുന്നു, ഡ്രെയിൻ ചെയ്ത് കളയുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രോസസ്സ് നമ്മൾ റീഫിൽ ചെയ്യുന്നു, ഡ്രെയിൻ ചെയ്യുന്നു. അപ്പൊ അതിനെ നമ്മൾ എക്സ്ചേഞ്ചസ് എന്നാണ് പറയുന്നത്. ഫില്ല് ചെയ്യുന്നു, ഡ്രെയിൻ ചെയ്യുന്നു. അതിന് എക്സ്ചേഞ്ച് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് അവിടെ എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കൂ, എക്സ്ചേഞ്ചസ് ക്യാൻ ബി ഡൺ 3 to 5 times a day during the waking hours. അതായത് ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ എന്ന് വെച്ചാൽ പകൽ സമയങ്ങളിൽ നമുക്ക് ഏകദേശം ഒരു 3 മുതൽ 5 തവണ വരെ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? ഈ എക്സ്ചേഞ്ചുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഏതിന്റെ കാര്യമാണ് പറയുന്നത്? CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി. ഞാൻ ആ ആംബുലേറ്ററിയുടെ മീനിങ് പറയാൻ ഒരു റീസൺ ഉണ്ട്. ആംബുലേറ്ററി എന്ന് പറയുമ്പോൾ മൂവിങ് ആണെന്ന് പറഞ്ഞല്ലോ. നമുക്ക് സുഖമായിട്ട് നടക്കാൻ, അല്ലെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ, നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണ്ട? മെഷീന്റെ ആവശ്യമില്ല അല്ലെ? ഇത് ആലോചിച്ച് നോക്കിയപ്പോ നമ്മൾ ഒരു മെഷീനായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് മൂവ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ആ മെഷീന്റെ അടുത്ത് നമ്മൾ ഒന്നിലേക്ക് ഇരിക്കണം, കിടക്കണം അല്ല, അവിടെ തന്നെ അതിന് ചുറ്റിപ്പറ്റി നമ്മൾ ഇരിക്കേണ്ടി വരും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനോ നീങ്ങാനോ ഒന്നും സാധിക്കില്ല അല്ലെ? അപ്പൊ നോക്കൂ, കണ്ടിന്യൂസ് ആംബുലേറ്ററി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആംബുലേറ്ററി എന്ന് വെച്ചാൽ നീങ്ങാവുന്നതാണ്, നടക്കാവുന്നതാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കണമെങ്കിൽ അവിടെ മെഷീന്റെ ആവശ്യമില്ല. മെഷീൻ ഉണ്ടെങ്കിൽ പിന്നെ അതിന് ചുറ്റിപ്പറ്റി ഇരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. മെഷീൻ അതിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ, പകൽ സമയങ്ങളിൽ നമുക്ക് ഒരു 3 മുതൽ 5 തവണ വരെ ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവര് ഈ ഒരു ഇത് ഓപ്പൺ ചെയ്തിട്ട് ഡയാലിസിസ് ദ്രാവകം നിറയ്ക്കുക, എന്നിട്ട് അത് ക്ലോസ് ചെയ്തിടുക, എന്നിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പേഷ്യന്റിന് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു നിശ്ചിത ടൈം കഴിയുമ്പോൾ അവരത് എന്താ പറയാ, അത് ഓപ്പൺ ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് കളയാം. എന്നിട്ട് വീണ്ടും ചെയ്യണമെങ്കിൽ കുറച്ച് സമയം കൊണ്ട് വീണ്ടും ഇതുപോലെ ഡയാലിസിസ് ദ്രാവകം നിറയ്ക്കുക, ക്ലോസ് ചെയ്ത് അവർക്ക് അവരുടെ ഫ്രീ ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് എന്ത്? CAPD എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? CAPD എന്താണ്? കണ്ടിന്യൂസ് എന്താണ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. വേറെ ഒന്നുമല്ല, അതിന് മെഷീൻ ആവശ്യമില്ല. നമുക്ക് ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ 3 മുതൽ 5 തവണ വരെ നമുക്ക് ചെയ്യാം. ഇതാണ് CAPD എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് CCPD, രണ്ടാമത്തത്. ഇനിയുള്ള 2 CCPD ആയാലും IPD ആയാലും എന്താവശ്യമുണ്ട്? മെഷീൻ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, മെഷീൻ ആവശ്യമില്ലാത്ത പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഉത്തരം
അത് CAPD ആണ്, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നോക്കാം. അടുത്തത് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും സൈക്ലിക് ആണ്. അതായത് ഈ പ്രോസസ് ഇങ്ങനെ എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നടക്കുന്നത്. സൈക്കിള് അല്ലെ, സൈക്കിൾ കറങ്ങുന്ന പോലെ അല്ലെങ്കിൽ എന്ത് ചക്രം കറങ്ങുന്ന പോലെ സൈക്ലിക് ആയിട്ട് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് മീൻസ് ദ യൂസ് ഓഫ് എ പെർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു മെഷീന്റെ സഹായത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, CCPD ചെയ്യുന്നത്. This type of dialysis is performed automatically when the patient is sleeping. അതായത് പേഷ്യന്റ് ഉറങ്ങുന്ന സമയത്ത്, അതായത് നൈറ്റ് ടൈമിലായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നൈറ്റ് ടൈമില് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട്, അതായത് ഒരു സൈക്ലിക് ആണ് നമ്മൾ പറഞ്ഞല്ലോ, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു സൈക്ലിക് മെഷീൻ ആണത്. ഓക്കെ, അത് തന്നെ റീഫിൽ ചെയ്യുന്നു, അത് ഡ്രെയിൻ ചെയ്ത് കളയുന്നു, ഓട്ടോമാറ്റിക് ആണല്ലോ, വീണ്ടും റീഫിൽ ചെയ്യുന്നു, ഡ്രെയിൻ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ പേഷ്യന്റ് ഏത് സമയമായിരിക്കും ഏറ്റവും നല്ലത്, കിടന്നുറങ്ങുന്ന സമയം അല്ലെ. അവർക്ക് 6 മണിക്കൂറുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ അവര് നൈറ്റ് അവർക്ക് ഉറങ്ങുകയും ചെയ്യാം. ഇത് ഇങ്ങനെ ഓട്ടോമാറ്റഡ് ആയിട്ട് ഈ ഒരു എന്താ പറയുക പ്രോസസ്സ് നടന്നോളൂ. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് ദ പേഷ്യന്റ് സ്ലീപ്പിംഗ് സമയത്താണ്. അപ്പൊ നമ്മൾ വേറെ എവിടേക്കും മൂവ് ചെയ്യുന്നില്ലല്ലോ, സ്വാഭാവികമായിട്ട് ബെഡിൽ നമ്മൾ കിടന്നുറങ്ങാണ്. അപ്പൊ നമുക്ക് ഒരു മെഷീനെ കണക്ട് ചെയ്ത് അത് ആ മെഷീൻ ഓട്ടോമാറ്റഡ് സൈക്ലിക് മെഷീൻ ആണ്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫിൽ ചെയ്യുന്നു, ഡ്രെയിൻ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആ നൈറ്റിൽ നടന്നോളൂ. ഓക്കെ, അതാണ് CCPD. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിന്റെ പ്രത്യേക മെഷീൻ ആവശ്യമുണ്ട്. പിന്നെ ഇത് നൈറ്റ് ടൈമിലാണ്, അതായത് പേഷ്യന്റ് സ്ലീപ്പ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. മൂന്നാമത്തേതാണിത് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ IPD. അപ്പൊ ഇന്റർമിറ്റന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, ഇടവിട്ട് എന്നുള്ള അർത്ഥമാണ്. ഇടവിട്ടാണ്, അതായത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇന്റർമിറ്റന്റ്. ഇടവിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് IPD എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പറയുന്ന പോയിന്റ് എന്താണ്, യൂസസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആസ് CCPD ബട്ട് ട്രീറ്റ്മെന്റ്സ് വിൽ ബി ലോങ്ങർ. CCPD നമ്മളിപ്പോ തന്നെ പറഞ്ഞില്ലേ, അതിൽ ഉപയോഗിക്കുന്ന അതേ മെഷീൻ തന്നെ എവിടെ ഉപയോഗിക്കുന്നുണ്ട്, IPDക്കകത്തും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. ട്രീറ്റ്മെന്റ് ഒരുപാട് ലോങ്ങർ ആയിരിക്കും. അതെന്നുവെച്ചാൽ ഇത് ഇടവിട്ടാണ് ചെയ്യുന്നത്. ഒരു വലിയ ഗ്യാപ്പ് അവിടെ വരുന്നില്ല, പെട്ടെന്ന് തന്നെ ചെയ്യുന്നു. ഇപ്പൊ ചിലപ്പോ ഒരു ദിവസത്തില് ഒരുപാട് തവണ ചെയ്യുന്നുണ്ടാവും. ഒരു ചിലപ്പോ 7 or 8 പ്രാവശ്യമൊക്കെ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ചിലപ്പോൾ അത്ര സിവിയർ ആയിരിക്കും. അങ്ങനെ വരുമ്പോഴാണല്ലോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇടവിട്ട് ചെയ്യുന്ന ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഇടവിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഇതിന്റെ ട്രീറ്റ്മെന്റ് വളരെ ലോങ്ങർ ആയിരിക്കും, നീണ്ടു നിൽക്കുന്നതായിരിക്കും. ഇനി എന്താ പറയുന്നത്, IPD ക്യാൻ ബി ഡൺ അറ്റ് ഹോം ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽ. IPD നമുക്ക് വീട്ടിൽ ചെയ്യാം, പക്ഷെ കുറേം കൂടെ പ്രിഫറൻസ് എവിടെ തന്നെയാണ്, ഹോസ്പിറ്റലിലാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് എന്നാണ് പറഞ്ഞത്. വീട്ടിൽ ചെയ്യാം, പക്ഷെ ഹോസ്പിറ്റലിലാണ് പൊതുവെ ഇത് ചെയ്യാറുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്? ഇതാണ് 3 ടൈപ്പ് പെരിറ്റോണിയൽ ഡയാലിസിസ്. മനസ്സിലായോ? CAPD എന്താണ്, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ ആംബുലേറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നടക്കാവുന്നത്, നീങ്ങാവുന്നത്, മൂവ് ചെയ്യാവുന്നത്. ആർക്ക്, പേഷ്യന്റിന്. അപ്പൊ പേഷ്യന്റിന് ഈസി ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ എന്തിന്റെ ആവശ്യം ഉണ്ടാവില്ല, മെഷീന്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് അപ്പൊ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ മാത്രമല്ല പകൽ സമയങ്ങളിൽ, ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ എന്താണ് ചെയ്യാം. ഏറ്റവും പേഷ്യന്റിനെ സംബന്ധിച്ച് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതാണെന്നറിയോ, CAPD ആണ്. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, പകൽ സമയങ്ങളിൽ ചെയ്യാം, മൂവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള PD ഏതാന്ന് വെച്ചാൽ CAPD ആണ് കേട്ടോ. CCPD എന്ന് പറയുമ്പോൾ എന്താണ്, സ്ലീപ്പിംഗ് ടൈം, നൈറ്റ് ടൈമില് ആണ് അത് ചെയ്യുന്നത്. അത് ഒരു ഓട്ടോമാറ്റിക് സൈക്ലർ മെഷീൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ മെഷീൻ ഓട്ടോമാറ്റിക് ചെയ്തോളും പേഷ്യന്റ് ഉറങ്ങുന്ന സമയത്ത്. IPD എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് ആണ്, ഇടവിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിന് ട്രീറ്റ്മെന്റ് കുറച്ചും കൂടെ എന്താ പറയാ ലോങ്ങർ ആയിരിക്കും. അത് നമുക്ക് വീട്ടിൽ ചെയ്യാം, പക്ഷെ സാധാരണ പൊതുവെ ഹോസ്പിറ്റലിലാണ് ഇത് ചെയ്യാറുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് 3 ടൈപ്പ്. അതിന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നോക്കൂ, the supplies and equipment needed, duration of each treatment. അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. And number of treatments per day will differ relying on the type of PD you are using and your medical condition. അതായത് നമ്മളിപ്പോ 3 ടൈപ്പ് പെരിറ്റോണിയൽ ഡയാലിസിസ് പറഞ്ഞല്ലോ. ഈ ഡയാലിസിസിനകത്ത് സപ്ലൈസ് ആൻഡ് എക്വിപ്മെന്റ് നീഡഡ്, എന്തൊക്കെ സപ്ലൈസ് വേണം അല്ലെങ്കിൽ എന്തെല്ലാം എക്വിപ്മെന്റ്സ് അവിടെ ആവശ്യമുണ്ട്,
അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ഞാൻ പറഞ്ഞല്ലോ, ഫില്ല് ചെയ്യുന്നു, ഡ്രെയിൻ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ എക്സ്ചേഞ്ചിന്റെ ഡ്യൂറേഷൻ എത്ര സമയം, എത്ര തവണ അത് ചെയ്യണം, ദിവസത്തിൽ എത്ര പ്രാവശ്യം ചെയ്യണം, അതുപോലെ തന്നെ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് പെർ ഡേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദിവസത്തിൽ എത്ര പ്രാവശ്യം ചെയ്യണം, എക്സ്ചേഞ്ച് എത്ര തവണ നടത്തുന്നത്, എക്സ്ചേഞ്ചിന്റെ ഡ്യൂറേഷൻ. ഇപ്പൊ ചിലപ്പോ നമ്മള് ദ്രാവകം പെരിറ്റോണിയൽ കാവിറ്റിക്കകത്ത് നിറച്ചിട്ട് ചിലപ്പോൾ ഒരു മണിക്കൂർ ആയിരിക്കും ഒരു ടൈം അവിടെ പറയുന്നത്. ഒരു മണിക്കൂറിന് ശേഷം നമുക്കത് ഡ്രെയിൻ ചെയ്ത് കളയാം. ചിലതിൽ ഒരു മണിക്കൂർ പോരാ, ചിലപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഡ്രെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഒരു ഫില്ല് ചെയ്യുന്നതും ഡ്രെയിൻ ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, ഓക്കെ, ആ ഒരു ഡ്യൂറേഷൻ. അതുപോലെ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് പെർ ഡേ, ഒരു ദിവസത്തില് ഈ ഒരു എക്സ്ചേഞ്ച് എത്ര തവണ ചെയ്യണം, എത്ര 3 പ്രാവശ്യം ചെയ്യണോ, 3 തവണ ചെയ്യണോ, അത് 5 തവണ ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങള്. ഇറ്റ് വിൽ ഡിഫർ റിലൈയിങ് ഓൺ ദ ടൈപ്പ് ഓഫ് PD യു ആർ യൂസിങ് ആൻഡ് യുവർ മെഡിക്കൽ കണ്ടീഷൻ. അത് ഇതിൽ ഏത് ടൈപ്പ് PD ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ ആ ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണ്, ഈ 2 കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് എന്തൊക്കെ സാധന സാമഗ്രികൾ വേണം, എത്ര നേരം കൊണ്ട് എക്സ്ചേഞ്ച് നടത്തണം, എത്ര തവണ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇതിൽ ഏത് ടൈപ്പ് ഓഫ് PD ആണ് എന്നുള്ളതിനും പിന്നെ ആ ഒരു പേഷ്യന്റിന്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച് മെഡിക്കൽ കണ്ടീഷൻ. ഞാൻ ചോദിക്കട്ടെ, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കും. ക്രിട്ടിക്കൽ എന്ന് വെച്ചാൽ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു എന്താ പറയുക, വൃക്ക തകരാറ് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ഇതിൽ ഏത് PD ആയിരിക്കും അവിടെ ഓപ്റ്റ് ചെയ്യുക? അത് ഇന്റർമീഡിയറ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, ഇടവിട്ടവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അവർക്ക് CAPD CCPD ഒന്നും പറ്റില്ല. അതേസമയം കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ആ ഒരു പേഷ്യന്റ് ആണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ CAPD ചെയ്യാം. ഇനി മറ്റു ചിലർക്ക് ഇനിയിപ്പോ ഡേ ടൈം പറ്റില്ല, ആ രോഗികൾക്ക് നൈറ്റ് ടൈം ആണ് കുറെ കൂടെ ഫ്ലെക്സിബിൾ എങ്കിൽ അവര് ഓപ്റ്റ് ചെയ്യുന്നത് CCPD ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ആ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ, പിന്നെ അവരുടെ ഫ്ലെക്സിബിലിറ്റി. അവർക്ക് തോന്നുന്നത് ഇപ്പൊ പകലാണ് ഓക്കെ ആണെങ്കിൽ അവർ CAPD അവര് ചെയ്യും. ഇനി അവർക്ക് മെഷീൻ ആവശ്യമില്ല എന്നെങ്കിൽ അവര് മെഷീൻ പ്രിഫർ ചെയ്യുന്നില്ലെങ്കിൽ CAPD ചെയ്യും. ഇനി ചില പേഷ്യൻസ് പറയുകയാണ് ഞങ്ങൾക്ക് മെഷീൻ ഉണ്ടാകും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് നൈറ്റ് ചെയ്യുന്നതാണ് കുറെ കൂടി കംഫർട്ടബിൾ എങ്കിൽ അവർ CCPD ആയിരിക്കും ഓപ്റ്റ് ചെയ്യാം. ഇനി വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ IPD ആയിരിക്കും ഓപ്റ്റ് ചെയ്യുക. ഇതൊക്കെ അതിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, അപ്പൊ മെഷീൻ വേണമെങ്കിൽ CAPDക്ക് മെഷീൻ വേണ്ട, ബാക്കി 2 മെഷീൻ ആവശ്യമാണ്. ഓക്കെ, ആവശ്യമായിരുന്നു ബാക്കി രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ ഈ പറയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ടല്ലോ, നമുക്ക് സ്വയം ചെയ്യാം, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. പിന്നെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾ ചോദിച്ചാൽ IPD മാത്രമാണോ ചെയ്യുന്നത്, മറ്റുള്ളതൊന്നും ചെയ്യാൻ പാടില്ല? മറ്റുള്ളതും ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും. നമുക്ക് ഹോസ്പിറ്റലിൽ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോയി ചെയ്യാം. പക്ഷെ എന്താണ്, ആരും ഹോസ്പിറ്റലിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങള് കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ പോയാൽ എല്ലാവരും വീട്ടിലിരുന്ന് തന്നെ അവർ ചെയ്യുന്നത് PD ആണ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അവർക്കത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു സംവിധാനം അധികം വന്ന് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും കീമോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവർക്കും ചിലപ്പോൾ പെരിറ്റോണിയൽ ഡയാലിസിസ് പറ്റിയെന്ന് വരില്ല കേട്ടോ. ചില ആളുകൾക്ക് കീമോ ഡയാലിസിസ് തന്നെ പറ്റുള്ളൂ. അതൊക്കെ ഓരോ രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. എല്ലാവർക്കും വ്യത്യാസമുണ്ടല്ലോ, അവരുടെ സാഹചര്യങ്ങളും അവരുടെ മെഡിക്കൽ കണ്ടീഷനൊക്കെ വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് 3ഉം ഹോസ്പിറ്റലിൽ ചെയ്തൂടെ നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യാം, അതുപോലെ വീട്ടിലും ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ CRRT എന്താന്നുള്ള പഠിച്ചു കഴിഞ്ഞു. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഡയാലിസിസ് ടൈപ്പുകളൊക്കെ കഴിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എളുപ്പമുള്ള കാര്യങ്ങളാണ്, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. നോക്കാം, അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ്സ്. ഇവിടെ എന്താണ് അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ഡയാലിസിസിന്റെ ആ ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രയോജനം, അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് അത് വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഡയാലിസിസിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ഡയാലിസിസിന്റെ ബെനിഫിറ്റ് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. The following steps can help increase the effectiveness of your dialysis treatments. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. അതായത് ഡോക്ടർ ശുപാർശ ചെയ്ത ഷെഡ്യൂൾ പ്രകാരം ചികിത്സകൾ പൂർത്തിയാക്കണം. നമ്മൾ പറഞ്ഞല്ലോ, ചില ആൾക്കാർക്ക് ആഴ്ചയിൽ ചിലപ്പോൾ 3-4 തവണ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ പിന്നെ 2 പ്രാവശ്യം ചെയ്താൽ ഇത് ചെയ്യേണ്ട, അങ്ങനെ ചിന്തിക്കരുതെന്ന്.
ഡോക്ടർമാര് കൃത്യമായിട്ട് അവർ ഷെഡ്യൂൾ ചെയ്യും, അവർ ശുപാർശ ചെയ്യുന്ന ആ ഷെഡ്യൂൾ അനുസരിച്ച് എന്ത് ചെയ്യണം, ചികിത്സ കംപ്ലീറ്റ് പൂർത്തിയാക്കിയിരിക്കണം. അതാണ് അതിന്റെ ഇഫക്റ്റീവ്നെസ് ലഭിക്കുന്നെങ്കിൽ ആദ്യത്തെ കാര്യം അതാണ്, ചികിത്സ കംപ്ലീറ്റ് ചെയ്യാം, അതും ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, അവൈഡ് കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ദ ഡയറ്റീഷ്യൻ. അതായത് ഒരു ഡയറ്റീഷ്യൻ പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്ന എന്താണ് ഒരു ഈറ്റിംഗ് പ്ലാൻ അല്ലെ, ഒരു ഡയറ്ററി പ്ലാൻ ആയിരിക്കണം ആര് ഫോളോ ചെയ്യേണ്ടത്, പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ടത്. ഇനി ഡയറ്ററി സർവീസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ റീനൽ ഡയറ്റ് എന്ന് പറഞ്ഞ് പഠിക്കാം. റീനൽ ഡയറ്റ് പഠിക്കല്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. റീനൽ ഡയറ്റ് എന്തായിരിക്കും, ഈ വൃക്ക തകരാറുള്ള രോഗികൾ അവർ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് പ്ലാൻ ആണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് അവർ ഫോളോ ചെയ്യേണ്ടത് റീനൽ ഡയറ്റ് ആയിരിക്കും. അപ്പൊ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആ ഒരു ഈറ്റിംഗ് പ്ലാൻ ആയിരിക്കണം അവരെപ്പോഴും പാലിക്കേണ്ടത്. ഓക്കെ, അവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാലിക്കുക എന്നുള്ള അർത്ഥം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ഗെറ്റ് ആസ് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആസ് പോസിബിൾ ടു ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത്. അതായത് നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത്, ഹൃദയാരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിലെല്ലാം ചെയ്യുക എന്നാണ് പറയുന്നത്. കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എക്സർസൈസുകള്, കാര്യങ്ങള്, അതൊന്നും നമ്മുടെ തന്നെ ഇഷ്ടപ്രകാരം ചെയ്യരുത്. ഡോക്ടർ പറയും, ഡോക്ടർ ഡയറക്റ്റ് ചെയ്യുന്ന പ്രകാരം എന്തൊക്കെ ചിലപ്പോൾ അവർക്ക് സാധിക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസുകളൊക്കെ അവർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ഹാർട്ട് ഹെൽത്ത് ഒക്കെ കുറെ കൂടി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളെല്ലാം തന്നെ ചെയ്യാന്നുള്ളതും അതിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് ലഭിക്കുള്ളൂ, അതിന്റെ ഒരു ബെനിഫിറ്റ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, നാലാമത്തെ പോയിന്റ് ഇതാണ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയാലിസിസ് പ്രൊവൈഡർ ആൻഡ് ഫാർമസിസ്റ്റ് അബൌട്ട് എനി മെഡിക്കേഷൻസ്, സപ്ലിമെന്റ്സ് ഓർ ഹെർബൽ പ്രോഡക്ട്സ് യു ആർ ടേക്കിംഗ് ഓർ ആർ കൺസിഡറിംഗ് സ്റ്റാർട്ടിംഗ്. അതായത് നിങ്ങളിപ്പോ എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും മെഡിക്കേഷൻസ് ഉണ്ടാവും, മരുന്നുകൾ ഉണ്ടാവാം, മറ്റെന്തെങ്കിലും സപ്ലിമെന്റ്സ്. ചിലർ കുറെ സപ്ലിമെന്റ്സ് കഴിക്കുന്ന ആളുകളുണ്ടല്ലോ, അയൺ, കാൽസ്യം, അങ്ങനെ വൈറ്റമിൻ ഡി, അങ്ങനെയൊക്കെ കുറെ സപ്ലിമെന്റ്സ് കഴിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ ഹെർബൽ പ്രോഡക്റ്റ്, എന്തെങ്കിലും ഔഷധ അല്ലെ മരുന്നുകൾ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുക്കാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ആ ഒരു ഡയാലിസിസ് പ്രൊവൈഡർക്കോടും ഫാർമസിസ്റ്റിനോടും ഇൻഫോം ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ അവരോട് കൃത്യമായിട്ട് പറയണം. കാരണം ഇത്തരം മരുന്നുകൾ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ വല്ല സപ്ലിമെന്റ്സോ ഹെർബൽ പ്രോഡക്റ്റ് ഒക്കെ എടുക്കുമ്പോൾ മറ്റെന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്തിരിക്കണം, ആ ഒരു ഡയാലിസിസ് പ്രൊവൈഡർ അഥവാ ഫാർമസിസ്റ്റുമായിട്ട് നമ്മൾ ആ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? പോയിന്റ് മനസ്സിലായോ? Communicate with the dialysis provider and pharmacist about any medications, supplements or herbal product you are taking or are considering starting. Okay, clear? അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം about any anxiety or side effects that you may have. നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ. തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അല്ലെ, ശരീരത്തിന് ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടായിരിക്കും, സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടായിരിക്കും. അതുമൂലം നമുക്ക് മാനസികമായിട്ട് പല ആൻസൈറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. എന്ത് തന്നെയാണെങ്കിലും അത്തരം കാര്യങ്ങൾ ഡയാലിസിസ് ടീമുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഷെയർ ചെയ്തിരിക്കണം അല്ലെ. അപ്പൊ നമുക്കൊരു അസുഖം വരുമ്പോൾ തന്നെ നമ്മള് ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ട് നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു ടൈമാണ് അല്ലെ, ഇങ്ങനെ രോഗങ്ങളൊക്കെ വരുമ്പോൾ. അപ്പൊ എന്ത് ആൻസൈറ്റി വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമ്മൾ ആ ഒരു ഡയാലിസിസ് ടീമുമായിട്ട് ചർച്ച ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഇഫക്റ്റീവ്നെസ്. നമ്മൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്, ആ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് ഏറ്റവും നല്ല രീതിയിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടർ ശുപാർശ ചെയ്യുന്ന ഷെഡ്യൂൾ ചെയ്യുന്ന പ്രകാരം ചികിത്സ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണം. മിക്കവാറും റീനൽ ഡയറ്റ് ആയിരിക്കും, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് ആക്കുന്നുണ്ട്, ഡയറ്റിനുണ്ട്, നമ്മുടെ ഭക്ഷണക്രമത്തിനുണ്ട്. തോന്നിയ പോലെ നമ്മൾ കഴിച്ചാൽ നമ്മളുടെ ആരോഗ്യം നശിക്കും, നമുക്ക് മറ്റു പല അസുഖങ്ങളും വരും. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ ഡയറ്റീഷ്യൻ പറയുന്ന ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക.
അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്ട്രെങ്ത്തും ഹാർട്ട് ഹെൽത്തും മെച്ചപ്പെടുത്താനായിട്ട് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിലൊക്കെ നമ്മൾ ഏർപ്പെടുക. അതൊക്കെ പ്രത്യേകം പറയാണ്, തന്നിഷ്ടപ്രകാരം ചെയ്യരുത്, ഡോക്ടറുടെ ഡയറക്ഷൻ അനുസരിച്ച് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻസോ മറ്റെന്തെങ്കിലും ഔഷധ മരുന്നുകളോ സപ്ലിമെന്റ്സോ നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡയാലിസിസ് പേഷ്യൻസ് അവരുടെ ടീം, അവരുടെ ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ അവരുടെ ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇനി ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ, അവർക്ക് ഉണ്ടാകുന്ന ഉത്കണ്ഠകള്, വിഷമങ്ങള്, അതെല്ലാം തന്നെ ഡയാലിസിസ് ടീമുമായിട്ട് അവര് ഷെയർ ചെയ്തിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡയാലിസിസിന്റെ ബെനിഫിറ്റ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? എന്താണ് വലിയ മൂടൊന്നുമില്ലേ? ഭയങ്കര വർത്താനാണല്ലോ നിങ്ങള്. ഇങ്ങനത്തെ പറ്റി ഓക്കെ ഉറക്കം വരുന്നുണ്ടോ? ഓക്കെ. അല്ലെങ്കിൽ ഭയങ്കര സംസാരമാണ്, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. അതന്നെ ചോദിച്ചിരുന്നു, ആരും മിണ്ടാതെ നന്നായിട്ട് ചോദിച്ചതാ. ഓക്കെ, ശരി ശരി ശരി. ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഉറക്കത്തിന്റെ മൂഡിലേക്ക് ഇരിക്കുകയായിരിക്കും അല്ലെ? അതായിരിക്കും അല്ലെ? ഉച്ചയ്ക്ക് ശേഷമുള്ള ബാച്ച് പൊതുവെ അങ്ങനെയാണ്, കുറച്ചൊരു ഒരു ഒരു ഉറക്കമായിരിക്കും. ഓക്കെ, ഇല്ല ശരി. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം കേട്ടോ. ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ ശരിയാണ് അല്ലെ? ഞാൻ കഴിച്ചു, ഞാൻ നേരത്തെ കഴിക്കും. രാവിലെ നേരത്തെ കഴിക്കും, ഉച്ചയ്ക്ക് നേരത്തെ കഴിക്കും. രാവിലെ നേരത്തെ കഴിച്ചിട്ട് വേണം ഇവിടേക്ക് വരാനായിട്ട്. ഉച്ചയ്ക്ക് കഴിക്കും, പെട്ടെന്ന് കഴിക്കും. അതിനി നോക്കാം കേട്ടോ. ആഫ്റ്റർ ഇഫക്റ്റ് ഇനി വേറെ ക്ലാസ് ഉണ്ടോ? ഇന്ന് വേറെ ക്ലാസ് ഇല്ല, ഇതെന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, ശരി. രാവിലെ ഉണ്ടായിരുന്നു ക്ലാസ്, ഇനിയിപ്പോ ഉച്ചയ്ക്ക് നിങ്ങളുടെ ഈ ക്ലാസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഉറക്കം വരുമ്പോൾ ചിലപ്പോ ഉറങ്ങും, ഇവിടെ ഇരുന്നുറങ്ങും കഴിഞ്ഞിട്ടേ. ഓക്കെ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അടുത്തന്നെ നമ്മൾ പഠിക്കുന്നത് ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആണ് കേട്ടോ. പാർശ്വഫലങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ഏതൊരു ഇംഗ്ലീഷ് മരുന്ന് എടുക്കുമ്പോഴും എന്തുണ്ട്? സൈഡ് ഇഫക്റ്റ് ഉണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലെ? ഡയാലിസിസ് ചെയ്യുമ്പോഴും അതിൻ്റെതായ പാർശ്വഫലങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാം. ബോത്ത് ദ കൈൻഡ്സ് ഓഫ് ഡയാലിസിസ് കം വിത്ത് സൈഡ് ഇഫക്ട്സ്. അറിയാലോ? ഇറ്റ് ക്യാൻ ആൾസോ ബി ഡിഫിക്കൾട്ട് ടു ടെൽ ഷുവർലി whether its symptom is because of dialysis or the kidney failure that is also affecting the body. Some of the most common after effect that people tell of include, അതായത് സാധാരണയായിട്ട് നമ്മൾ എന്ത് ഡയാലിസിസ്, അതിപ്പോ HD ആയിക്കോട്ടെ, ഹീമോഡയാലിസിസ് ആയിക്കോട്ടെ, പെരിറ്റോണിയൽ ഡയാലിസിസ് ആയിക്കോട്ടെ, എല്ലാത്തിനും സൈഡ് ഇഫക്റ്റ് ഉണ്ട്. അപ്പൊ ഈ സൈഡ് ഇഫക്റ്റിന് ചിലപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഇത് ഡയാലിസിസ് കൊണ്ട് ഉണ്ടാവുന്ന സൈഡ് ഇഫക്റ്റ് ആണോ അതോ ഇനിയിപ്പോ കിഡ്നി ഫെയിലിയർ ആയതിന്റെ പ്രശ്നം കൊണ്ട് വരുന്ന സൈഡ് ഇഫക്റ്റ് ആണോ എന്ന് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും കോമൺ ആയിട്ട് ആളുകളിൽ കണ്ടുവരുന്ന ചില സൈഡ് ഇഫക്റ്റുകളാണ് അവിടെ കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാര്യം എന്താന്ന് വെച്ചാല് ഹീമോഡയാലിസിസിന്റെ മാത്രമായിട്ട് സൈഡ് ഇഫക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ മാത്രമായിട്ട് സൈഡ് ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, താഴെ തന്നിട്ട് ഏതെങ്കിലും ഒരു ഇത് തന്നിട്ട് ചോദിക്കുന്നതിൽ ഹീമോഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റ് ഏതാണ്, അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റ് ഏതാണ്, ഇതിലെ പെരിറ്റോണിയൽ ഡയാലിസിസ് ഉൾപ്പെടാത്ത സൈഡ് ഇഫക്റ്റ് ഏതാണ്, അല്ലെങ്കിൽ ഹീമോഡയാലിസിസ് ഉൾപ്പെടാത്ത സൈഡ് ഇഫക്റ്റ് ഏതാണ്, അങ്ങനെയൊക്കെ മിക്സ് ചെയ്തൊക്കെ തരും. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കും. ഓക്കെ, അത് ആദ്യത്തെ നോക്കാം. HD എന്താണ്? ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് ആണ് സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്, അതായത് എൻട്രൻസ് പോയിന്റ്. നമ്മൾ പഠിച്ചിട്ടല്ലേ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്താണ്? ഓപ്പണിംഗ് ഓഫ് ദ ബ്ലഡ് വെസൽ ആണല്ലോ. ബ്ലഡ് വെസലിന് അവിടെയുള്ള ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മുടെ വാസ്കുലർ ആക്സസ് സൈറ്റ്. നമ്മുടെ ഗ്രാഫ്റ്റും ഫിസ്റ്റും ഒക്കെ അതാണ്. അപ്പോ ഈ ഒരു വാസ്കുലർ ആക്സസ് സൈറ്റിൽ ഒരു പക്ഷെ ബ്ലോക്കേജ് ഉണ്ടാകാം. മനസ്സിലായോ? സ്റ്റോപ്പേജ് ഉണ്ടാവാം, അവിടെ ബ്ലഡ് വല്ല ക്ലോട്ട് ആയിട്ട് അവിടെ കട്ട പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് വരില്ല, ഇങ്ങോട്ട് വിടാനും നമുക്ക് പറ്റില്ല. കട്ട പിടിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോ എന്ത് ചെയ്യും? ചിലപ്പോ ബ്ലോക്ക് വരാം. ബ്ലോക്ക് വരുമ്പോ സ്വാഭാവികമായിട്ട് ആ ബ്ലഡ് വെസൽ ചുരുങ്ങിപ്പോകും. ചുരുങ്ങുമ്പോൾ എന്തുണ്ടാവും? നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ചെയ്ത് വരില്ല. അപ്പൊ നമുക്ക് ഡയാലിസിസ് ചെയ്യുമ്പോഴും അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും.
അതാണ് അവിടെ പറഞ്ഞത് സ്റ്റോപ്പേജ് ഓർ ബ്ലോക്കേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്. അതായത് നമ്മൾ പറഞ്ഞു പൊതുവെ ഇൻഫെക്ഷൻ കുറയാൻ സാധ്യത ഏറ്റവും കുറവുള്ളത് ഫിസ്റ്റുലയ്ക്കാണ് നമ്മൾ പറയുന്നത്. ഇത് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറവാണ്, മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷെ എന്തിൻ്റെതാണ് വന്നുകൂടാന്നില്ല. പൊതുവെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഇങ്ങനെയുള്ള ആക്സസ് സൈറ്റുകളിൽ എന്ത് വരികയാണ്, ബ്ലഡ് ക്ലോട്ട് ആവും. ഇൻഫെക്ഷൻ മൂലം ബ്ലഡ് ക്ലോട്ട് ആവും. ക്ലോട്ട് ആയി കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ നടക്കില്ല. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ അത് ഒരു സൈഡ് ഇഫക്റ്റ് ആണ് കേട്ടോ. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ് അഥവാ എൻട്രൻസ് പോയിന്റ്. രണ്ടാമത്തതാണ് മസ്കുലാർ സ്പാസം, പേശി വലിവ് കേട്ടോ. മസ്കുലാർ സ്പാസം അഥവാ നമുക്ക് എന്താ പറയാ, മസിൽ ക്രാമ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, മസിൽ ക്രാമ്പ് ഭയങ്കര പെയിൻഫുൾ ആണ്. അത് പേശി വലിവ് കേട്ടോ. മസിലൊക്കെ ഇങ്ങനെ ഒരു ഇതാവുന്ന ഒരു അവസ്ഥയാണ്, വലിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിലൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ മസിൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് പോകും, നമുക്കൊരു ഭയങ്കര ഒരു പെയിൻഫുൾ ആയിരിക്കും അത്. അപ്പൊ നമ്മൾ കുറെ കൂടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ പൊതുവെ കണ്ടുവരുന്ന സൈഡ് ഇഫക്റ്റിൽ ഒന്നാണ് മസ്കുലാർ സ്പാസം അഥവാ പേശി വലിവ്. മൂന്നാമത്തത് ഹൈപ്പോ ടെൻഷൻ, ബ്രാക്കറ്റില് ലോ ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ. ലോ എന്ന് എഴുതിയിട്ടില്ല, ലോ ബ്ലഡ് പ്രഷർ എന്നാണ് കേട്ടോ. ഹൈപ്പോ എന്ന വാക്ക് കേട്ടോ ഓർത്തോ, അത് ലോ ലെവലാണ് കേട്ടോ. ഹൈപ്പർ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഹൈ ലെവലാണ്. ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പോ ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ലോ ആണ് കേട്ടോ, ലോ ബ്ലഡ് പ്രഷർ ആണ്. അതുപോലെ തന്നെ എന്താണ് വീക്ക്നെസ്, നമുക്ക് ക്ഷീണം തോന്നാം. ഡിസ്നെസ്, തലകറക്ക് അനുഭവപ്പെടാം. നോസിയ എന്ന് വെച്ചാൽ ഓക്കാൻ, വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ എന്താണ് ബ്ലഡ് ലോസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാടല്ല, കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ HB ഒക്കെ ചെയ്യുന്ന സമയത്തായാലും ബ്ലഡ് ഇങ്ങനെ പുറത്തോട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലും ബ്ലഡ് അവിടെ ലോസ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇതൊക്കെ എന്തിന്റെ നമ്മൾ പറയുന്ന HBയുടെ കാര്യമാണ് അല്ലെ. HBയുടെ സൈഡ് ഇഫക്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? ഒന്ന് വാസ്കുലർ ആക്സസ് സൈറ്റിൽ ചിലപ്പോൾ സ്റ്റോപ്പേജ് അഥവാ ബ്ലോക്കേജ് സംഭവിക്കാം. മസ്കുലാർ സ്പാസം, ഹൈപ്പോ ടെൻഷൻ അതായത് ലോ ബ്ലഡ് പ്രഷർ, പിന്നെന്താണ് വീക്ക്നെസ്, ഡിസ്നെസ് ആൻഡ് നോസിയ, പിന്നെന്താണ് ബ്ലഡ് ലോസ്. ഇത്രയും കാര്യങ്ങൾ HBയുടെ എന്താണ് സൈഡ് ഇഫക്റ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തതാണിത് പെരിറ്റോണിയൽ ഡയാലിസിന്റെ സൈഡ് ഇഫക്റ്റുകൾ. PDയുടെ സൈഡ് ഇഫക്റ്റ് എന്താ? പെരിറ്റോണിയലിന്റെ ഒന്നാമത്തത് ഹെർണിയ. മിക്കവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. ഹെർണിയ എന്ന് പറഞ്ഞ ശരിക്കും മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുടലിറക്കം എന്നൊക്കെയാണ് പറയുക. കുടൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും, ഒരു ലംബ് പോലെ ഇറങ്ങി വരും കേട്ടോ. ആ ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത് കേട്ടോ. ഹെർണിയ എന്ന് പറഞ്ഞാൽ എന്താന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. വീക്ക്നെസ് ഇൻ യുവർ അബ്ഡമൻ മസിൽ ഓഫൺ പ്രസന്റിങ് ആസ് എ ലംബ് ഓർ സ്വാളൻ. ലംബ് എന്ന് വെച്ചാൽ എന്താ? ഒരു മുഴ പോലെ. ലംബ് എന്ന് വെച്ചാൽ ഒരു മുഴ പോലെ, സ്വാളൻ ഇങ്ങനെ വീർത്ത് വരിക. കാര്യം നമുക്കറിയാലോ, പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് ഈ ഫ്ലൂയിഡ് നിറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു പേഷ്യൻസിനെ സംബന്ധിച്ച് ഒരു തവണ ഒന്നല്ലല്ലോ ചെയ്യുന്നത്, പലതവണ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അബ്ഡമന്റെ മസിൽസ് ഒക്കെ എന്താവും, ഭയങ്കരമായിട്ട് വീക്ക് ആവാൻ തുടങ്ങും. അതിന്റെ ആ ഒരു ബലം നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും. കുടലിങ്ങനെ ഇറങ്ങി ഒരു എന്താ പറയാ തൂങ്ങാനൊക്കെയുള്ള ഒരു സാഹചര്യം വരും. ആ ഒരു അവസ്ഥ അത് ചിലപ്പോൾ ഒരു മുഴ പോലെയോ അല്ലെങ്കിൽ ഒരു സ്വാളനായിട്ടോ ഒക്കെ വരാനായിട്ട് തുടങ്ങും. വെച്ചാൽ വീർത്തൊക്കെ വരാനായിട്ട് തുടങ്ങും. ആ ഒരു ഇത് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് ദ വീക്ക്നെസ് ഇൻ ദ അബ്ഡോമിനൽ മസിൽ കേട്ടോ, ഓഫൺ പ്രസന്റിങ് ആസ് എ ലംബ് ഓർ സ്വാളൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ആ പേര് ഹെർണിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുടലിറക്കമാണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. രണ്ടാമത്തത് എന്താണ്? വെയിറ്റ് ഗെയിൻ, അമിതഭാരം. കാര്യം ഈ ഫ്ലൂയിഡ് നമ്മൾ നിറയ്ക്കുമല്ലോ. അപ്പൊ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ കുറെ കാലങ്ങൾ നിറയ്ക്കുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് കൂടും. സ്വാഭാവികമായിട്ട് നമ്മുടെ അബ്ഡോമിനകത്ത് നിറഞ്ഞു വരുമ്പോൾ ഫ്ലൂയിഡ് നിറയ്ക്കുന്നുണ്ട്, അത് ഡ്രെയിൻ ചെയ്ത് കളയുന്നുണ്ട്. എങ്കിൽ കൂടിയും നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഫ്ലൂയിഡ് ലെവൽ കൂടുകയൊക്കെ ചെയ്യും പലതവണയൊക്കെ ചെയ്യുമ്പോഴേ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരഭാരം വർദ്ധിക്കും. ഇതാണ് വെയിറ്റ് ഗെയിൻ. ക്ലിയർ ആയോ പറഞ്ഞത്? പെരിറ്റോണിയലിന്റെ രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് ഹെർണിയയും അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ. ഇനി എന്താ പറയുന്നത്? ഈവൻ ദോ ദീസ് ആഫ്റ്റർ ഇഫക്ട്സ് മേ സൗണ്ട് ടെറിഫൈങ്, they should be compared to the risk that arise from continuing to live with the untreated kidney failure. കാര്യം നമുക്ക് ഈ സൈഡ് ഇഫക്റ്റ് ഒക്കെ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ, അയ്യോ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് തോന്നും. പക്ഷേ ഈ ബുദ്ധിമുട്ട് വലിയ പ്രശ്നമല്ല. കാര്യം നമ്മൾ ഒരു ട്രീറ്റ് ചെയ്യാത്ത കിഡ്നി ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ, കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാവും.
അതിലും ഭേദമല്ലേ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സൈഡ് എഫക്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് കുറെ ഒരു കുറെ കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഒന്ന് വായിച്ചു നോക്കിയേ, 2 മിനിറ്റ് ഒന്ന് വായിച്ചേ നിങ്ങള്. ഓക്കെ ആണോ? ഞാനൊന്ന് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, വായിച്ചു നോക്കിയോ നിങ്ങള്? ഓക്കെ ആണല്ലോ? ഇതുവരെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡൗട്ട്സ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയാലിസിസ് സെന്റർ വായിക്കാം. ഓക്കെ, ഡയാലിസിസ് സെന്റർ നമ്മൾ തുടക്കം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഡയാലിസിസ് നമുക്ക് വീട്ടിൽ ചെയ്യാം, പിന്നെ ഹോസ്പിറ്റലിൽ ചെയ്യാം, പിന്നെ എവിടെയും ചെയ്യാം, ഡയാലിസിസ് സെന്ററിലും ചെയ്യാം. എന്താണ് ഡയാലിസിസ് സെന്റർ? അതിനു വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമാണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ്സ് ദ പേഷ്യൻസ് വിത്ത് റീനൽ ഫെയിലിയർ. അറിയാലോ, അതായത് വൃക്ക സ്തംഭനം വന്നിട്ടുള്ള വൃക്ക തകരാറ് വന്നിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു സ്ഥാപനം അല്ലെ, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, സംടൈംസ് ദ പേഷ്യൻസ് വിത്ത് നോർമൽ റീനൽ ഫങ്ഷൻസ് ആൾസോ നീഡ് ഹീമോഡയാലിസിസ് ലൈക്ക് പേഷ്യൻസ് വിത്ത് സം പോയ്സൺ. അപ്പൊ നമ്മള് ഡയാലിസിസ് എന്ന് പറയുമ്പോൾ വൃക്ക തകരാറുള്ള ആളുകൾക്ക് മാത്രം ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പൊ നമ്മളിപ്പോ പോയ്സൺ ഒക്കെ കഴിക്കാൻ നേരിട്ട്, വിഷമൊക്കെ കഴിക്കാൻ നേരിട്ട് ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് വൃക്ക തകരാറ് കൊണ്ട് ചെയ്യുന്നതല്ല, ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ പോയ്സൺ എന്ന് പറയുമ്പോൾ വിഷത്തിന്റെ മാത്രമല്ല, ചിലവരിങ്ങനെ മരുന്ന് ഓവർഡോസ് ഒക്കെ കഴിക്കില്ലേ, ഈ പറയുന്ന മരുന്നുകള് ഓവർഡോസ് ഒക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പെട്ടെന്ന് തന്നെ അത് ബ്ലഡിൽ കലർന്ന് ബാക്കി ബുദ്ധിമുട്ടുകൾ വരും. അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യണം? ബ്ലഡ് പെട്ടെന്ന് പ്യൂരിഫൈ ചെയ്യണം. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ കിഡ്നി ഫെയിലിയർ ഉണ്ടായത് കൊണ്ടല്ല, കിഡ്നി ഫെയിലിയർ ഇല്ലാത്ത സാഹചര്യങ്ങളിലും നോർമൽ റീനൽ ഫങ്ഷൻ ആയിട്ടുള്ള ആളുകൾക്കും ഇത്തരം പോയ്സണിങ് കണ്ടീഷൻ ഒക്കെ വരികയാണെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് ഇത്തരം ഡയാലിസിസ് സെന്ററുകൾ ഉപയോഗപ്പെടുത്തും. ഓക്കെ, ഇനി എന്താണ്? The dialysis center may act either or both inpatients and outpatients, relying on the medical facility type. സ്റ്റേറ്റ് ബൈറ്റിന് ചെയ്യാറുണ്ട് കേട്ടോ, ചെയ്യാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ, പാമ്പ് കടിക്കില്ലേ, അപ്പൊ ആ സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം പാമ്പൊക്കെ കടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് അതിന്റെ വെനം അകത്ത് പോകുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ പെട്ടെന്ന് ചെക്ക് ചെയ്ത വെനം ഡിറ്റക്ട് ചെയ്ത ഉടനെ തന്നെ വെന്റിലേറ്ററിൽ ഒരാക്കേണ്ടി വരും. ICUലൊക്കെ കയറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ഡയാലിസിസ് ചെയ്യും. കാര്യം ആ വെനം ബാധിച്ചു കഴിഞ്ഞാല് പ്രശ്നമാണ്. അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ദ ഡയാലിസിസ് സെന്റർ മേ ആക്ട് ഐദർ ഓർ ബോത്ത് ഇൻ പേഷ്യൻസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്, relying on the medical facility type, and may provide the self-dialysis training and for the peritoneal dialysis besides to hemodialysis. ജനറൽ ആയിട്ടുള്ള കാര്യം വന്നിട്ട് പറയണത്, വേറെ ഒരുപാട് പോയിന്റ്സുകളൊന്നും അതിനകത്ത് പറയുന്നില്ല. നമ്മുടെ ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇൻപേഷ്യന്റ് സേവനങ്ങളും ഔട്ട് പേഷ്യന്റ് സേവനങ്ങളും കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവിടെ വേണമെങ്കിൽ പോയിട്ട് അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാം. ഇനി അതല്ല, ചിലർക്ക് എന്ത് ചെയ്യാം, രാവിലെ വന്ന് വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്ത് വൈകിട്ട് പോവാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് ഇൻപേഷ്യന്റ് സേവനങ്ങളും കൊടുക്കുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് സേവനങ്ങളും അവിടെ കൊടുക്കുന്നുണ്ട്. അത് എന്തിനെ ആശ്രയിച്ചിരിക്കും? ഏത് റിലേറ്റിംഗ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്, അവിടെ എത്രത്തോളം ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവര് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് കൊടുക്കും. എന്ന് പറയുമ്പോൾ പെരിറ്റോണിയൽ ഡയാലിസിസ് ഒക്കെ ചെയ്യാനുള്ള ആ ഒരു ട്രെയിനിങ്, പരിശീലനങ്ങള്, പിന്നെ ഹീമോഡയാലിസിസിന് പകരമായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ്, ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഡയാലിസിസ് സെന്ററിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ അറിയാനൊന്നുമില്ലല്ലോ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ. എന്താണ് ഡയാലിസിസ്? അപ്പൊ നമ്മളോട് ചോദിക്കാണ്, ഡാഷ് ഇസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് that treats the patients with renal failure. ഏതാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്? ഡയാലിസിസ് സെന്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്.
നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് നമ്മൾ കണ്ടു. 3 ടൈപ്പാണ് പ്രധാനമായിട്ടും പെരിറ്റോണിയൽ ഡയാലിസിസ് ഉള്ളത്. ഓക്കെ സുസൈന, ഇതൊക്കെയാണ്. ഒന്ന് CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഡസ് നോട്ട് നീഡ് എ മെഷീൻ ആവശ്യമില്ല. പിന്നെ എന്താണ്? ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് എന്താണ് 3 മുതൽ 5 തവണ വരെ ചെയ്യാം. അതല്ല, ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യാം. അതാണ് CAPDയുടെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ ആംബുലേറ്ററി എന്നുള്ള ഫുൾ ഫോം പഠിക്കാം കേട്ടോ. ആംബുലേറ്ററി എന്ന് പറയുന്നത് നീങ്ങാവുന്നത്, നടക്കാവുന്നത്, മൂവിങ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ തന്നെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, അവിടെ മെഷീൻ ആവശ്യമില്ല. മെഷീൻ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. മൂവ് ചെയ്യാൻ പറ്റുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ, ആംബുലേറ്ററി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ മെഷീൻ ആവശ്യമില്ല. പിന്നെ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യാം. രണ്ടാമത്തതാണ് CCPD, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. അത് സ്ലീപ്പിംഗ് ടൈമിൽ ചെയ്യുന്നതാണ്. അവിടെ ഒരു ഓട്ടോമേറ്റഡ് സൈക്ലർ മെഷീൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കൂടുതലും എപ്പോഴാണ് ചെയ്യുന്നത്? നൈറ്റ് ടൈമിലാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊരു മെഷീൻ ആവശ്യമാണ് എന്നതാണ് കേട്ടോ. IPD എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇന്റർമിറ്റന്റ് എന്ന വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് കുറെ മനസ്സിലാവും. ഇടവിട്ട് ചെയ്യുന്നതാണ്. ഇതിന് മെഷീൻ ആവശ്യമുണ്ട്. ഏതിലെ മെഷീൻ തന്നെയാണ്? CCPDയിൽ ഉപയോഗിച്ച അതേ മെഷീൻ തന്നെയാണ് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസിനായിട്ട് ചെയ്യുന്നത്. ഇന്റർമിറ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. ട്രീറ്റ്മെന്റ് വളരെ കൂടുതലായിരിക്കും അല്ലെ. കുറെ ടൈം എടുത്തിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവാം. ഇതാണ് 3 ടൈപ്പ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതിൽ ഏത് ടൈപ്പ് വേണം എന്നുള്ളത് പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് CRRT ആണ്, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതൊക്കെയാണ്. ഇതൊരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഹീമോഫിൽട്രേഷൻ. മറ്റൊരു പേരെന്താണ്? ഹീമോഫിൽട്രേഷൻ ആണ്. ഹീമോഡയാലിസിസ് പോലെ തന്നെ ഇവിടെ ബ്ലഡ് പുറത്തേക്ക് എടുത്തിട്ട് തന്നെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. വ്യത്യാസം എന്താണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ICU പേഷ്യൻസിന് കൊടുക്കുന്ന ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത്. ഇതൊരു 24 hour ഡയാലിസിസ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ നമ്മൾ ബോഡിയിലോട്ട് കയറ്റി വിടുന്നത്. ഇത്രയും പോയിന്റുകൾ മാത്രം നിങ്ങൾ അവിടെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, CRRT. പിന്നെ അതിന്റെ ഫുൾ ഫോം കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് ഒരു ഡയാലിസിസിന് ബെനിഫിറ്റ് നല്ല രീതിയിൽ ലഭിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡോക്ടറുടെ ശുപാർശ പ്രകാരം ചികിത്സ കംപ്ലീറ്റ് ചെയ്യണം. ഡയറ്റീഷ്യൻ പറയുന്ന ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണം. കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഉത്കണ്ഠയോ സൈഡ് ഇഫക്റ്റുകൾ എന്തെങ്കിലും അത് ആ ഒരു ഹെൽത്ത് ഡയാലിസിസ് ടീമുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും മരുന്നുകൾ നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ഡയാലിസിസ് ടീമുമായിട്ട് ഷെയർ ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കണ്ടത് ഹീമോഡയാലിസിസിന്റെ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റ് ആണ്. ഹീമോഡയാലിസിസിന് എന്തൊക്കെയാ പറഞ്ഞത്? സ്റ്റോപ്പേജ് ഓഫ് ബ്ലോക്കേജ് ഇൻ ദ വാസ്കുലർ വെസൽസ്, മസ്കുലർ സ്പാസം, ലോ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ എന്താണ് ബ്ലഡ് ലോസ്. പെരിറ്റോണിയൽ ഡയാലിസിസിന് എന്തൊക്കെയാണ്? ഹെർണിയും അതുപോലെ തന്നെ എന്താണ് വെയിറ്റിംഗ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ വൃക്ക തകരാറുള്ള പേഷ്യൻസിന് എന്താണ് ചികിത്സ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പിന്നെ പ്രത്യേകം ഓർക്കുക, ഓരോ ഷോർട്ട് ഫോമുകൾ ഇതിൽ പഠിച്ചത് ഓർത്ത് വെക്കണം കേട്ടോ. ARF എന്ന് പറയാം അക്യൂട്ട് റീനൽ ഫെയിലിയർ, AK എന്ന് പറയാം അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, ESKD എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്, HD ഹീമോഡയാലിസിസ്, PD എന്താ പെരിറ്റോണിയൽ ഡയാലിസിസ്, പിന്നെ CAPD എന്താ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, CCPD എന്താ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, IPD എന്താണ് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, CRRT എന്താണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതെല്ലാം ഒന്ന് എവിടെയെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എഴുതി വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ HD PD എന്നൊക്കെ തരാം. ആ സമയത്ത് എല്ലാം കൂടെ പുക പോലെ ആകരുത്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ശരി, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ 3 പോയിന്റ്സ് പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ മൂന്നാമത്തെ ആണോ? മൂന്നാമത്തെ പോയിന്റ് ആണോ? മൂന്നാമത്തെ ടൈപ്പ് ആണോ ഉദ്ദേശിച്ചത്? ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇന്റർമിറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ മെഷീൻ ആവശ്യമാണ്. നമുക്ക് ഇടവിട്ട് ചെയ്യുന്ന ഡയാലിസിസ് ആണ്. അപ്പൊ അതിന് നമുക്ക് മെഷീൻ ആവശ്യമുണ്ട്.
പിന്നെ മാത്രമല്ല ഇതിന്റെ ട്രീറ്റ്മെന്റ് വളരെ ലോങ്ങർ ആയിരിക്കും. മനസ്സിലായോ? കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇന്റർമിറ്റന്റ് എന്ന് പറയുമ്പോൾ ഇടവിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഏറ്റവും സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനായിരിക്കും ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. പക്ഷെ കൂടുതൽ ആളുകൾ അത് എവിടെ വെച്ചാണ് ചെയ്യാറ്? ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ് ചെയ്യാറ്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. Thank you, ma'am. Thank you, ma'am. ഓക്കെ, Thank you, ma'am. താങ്ക് യു. Thank you, ma'am.